ഗൈസ്, വെൽക്കം ടു ബീനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മളുടെ ലാസ്റ്റത്തെ കിച്ചൺ ടൂറിന്റെ വീഡിയോന് കിട്ടിയ റെസ്പോൺസിനെ പറ്റിയിട്ടാണ്. അടിപൊളി റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഒരുപാട് മെസ്സേജസും കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള വ്യൂസ് ആണ് നമ്മളെ വീഡിയോന് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മളെ കിച്ചൺ ടൂർ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ കുറച്ചും കൂടെ എഫക്റ്റീവായി, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. എന്റെ സ്വന്തം എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്സ് ആണ്. അത് മാത്രമല്ല, ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവാൻ പോകുന്ന ഒരു ടിപ്പ് കൂടിയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ആ പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാത്തൊരു കാര്യം കൂടിയാണിത്. അതുമാത്രമല്ല, നമ്മൾ കഴുകിയ പാത്രങ്ങളിൽ വെള്ളം മുഴുവനായി ഉണങ്ങിയതിന് ശേഷം മാത്രം അതത് സ്ഥാനത്തേക്കും കൂടി എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന കിച്ചൺ ടൈമിൽ വലിയൊരു വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കിച്ചൺ ടൂർ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു പ്രൊഡക്റ്റ് ലിങ്ക് ആയിരുന്നു ഈ ഒരു സ്ക്രബ് ഹോൾഡറിൻ്റെത്. നമ്മളൊരു ബൗളിൽ സ്പഞ്ചും സ്ക്രബും ഇട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ടൊരു സാധനമാണ്. കാരണം വെള്ളം ഡയറക്റ്റ്ലി സിങ്കിലേക്ക് ഡ്രെയിൻ ഔട്ടായി പോവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. എപ്പോഴും നമ്മളെ കിച്ചണിലോ കൗണ്ടർ ടോപ്പിലോ ഒരു സ്പൂൺ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ തവണ ഡ്രോവർ തുറന്ന് സ്പൂൺ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തവരൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും ഓർഗനൈസ്ഡായി വെക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്കറിയാം. ഉപ്പ്, കടുക്, ജീരകം, ഓയിൽ, ഇതൊക്കെ നമ്മളെ ഡ്രോയേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതൊക്കെ തുറക്കണം അല്ലേ? അതിന് പകരം നമ്മൾ ഈ ഒരു കാര്യം ഓർഗനൈസ്ഡായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലായിട്ട് യൂസ് ചെയ്യാനും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി തീരാനും വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 5, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ജാർസും, മസാലപ്പൊടികളുടേത് എന്തിൻ്റെ ജാർസ് ആയിക്കോട്ടെ, ഡെയിലി യൂസ് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെറിയ ജാർസ്, അതായത് മന്ത്ലി വൺസ് മാത്രം നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജാർസ് യൂസ് ചെയ്യുക. ഇത് നമ്മളുടെ കിച്ചണിലെ ജോലി ഭയങ്കരമായിട്ട് എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഓരോ തവണയും നമുക്കിത് റീഫിൽ ചെയ്യേണ്ടി വരില്ല. അതുമാത്രമല്ല, വലിയ ജാർസ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മളെ കയ്യിൽ നിന്ന് അത് വീണ് പൊട്ടാനും നമുക്കത് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജാർസ് എന്നാൽ മന്ത്ലി വൺസ് മാത്രം റീഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജാർസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 6, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകളും മഗ്ഗുകളും നമ്മൾ വീക്ക്ലി വൺസ്, ഡെയിലി നമ്മൾ ഇതിനകത്തുള്ള കറകളയാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് ആരായാലും ചെയ്യാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ എന്നാൽ വീക്ക്ലി വൺസ് എങ്കിലും നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള നമ്മളെ ട്രിക്ക് എന്ന് പറയുന്നത്, ഒരു പഴയ ടൂത്ത് ബ്രഷിനകത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുക്കുക, അത് വെച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ക്രബ് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മഗ്ഗിനകത്തുള്ള എല്ലാ കറകളും പോയിട്ടുണ്ടാവും. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ടിപ്പാണിത്. നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം കൗണ്ടർ ടോപ്പിൽ കറിയൊക്കെ ആയാൽ പെട്ടെന്ന് നമ്മൾ തുടച്ച് കളയണം. എല്ലാ ജോലിയും കഴിഞ്ഞ് ഒരുമിച്ച് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറോ ടിഷ്യൂ ഹോൾഡേഴ്സ് യൂസ് ചെയ്യുക. അതിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കറിയായ അപ്പം തന്നെ അത് തുടച്ച് കളയാനും ക്ലീൻ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതല്ല ടിഷ്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് തുണികൾ യൂസ് ചെയ്യാം. ഇതിൽ കറി ആയിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന തുണികൾ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിടുക. ഈ ഡെയിലി യൂസ് ചെയ്യുന്ന തുണികൾ 1-2 ഉണ്ടാവും. അത് നമുക്ക് ഡെയിലി വാഷിംഗ് മെഷീനിലിട്ട് കഴുകുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ വീക്ക് യൂസ് ചെയ്ത എല്ലാ ക്ലോത്ത്സും നമ്മൾ വീക്ക്ലി വൺസ്, വീക്കെൻഡ് ആവുന്ന സമയത്ത് എല്ലാം കൂടെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കഴുകി ഉണക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ക്ലോത്ത്സ് ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കണം. നല്ലൊരു ക്ലീൻ കിച്ചന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും.
ടിപ്പ് നമ്പർ 9, എപ്പോഴും ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ കിച്ചണിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന മിക്സ് വെള്ളവും ഡിഷ് വാഷിംഗ് ലിക്വിഡും അതുപോലെ തന്നെ വിനെഗറുമാണ് യൂസ് ചെയ്യുന്നത്. എവിടെ എന്ത് കറിയായാലും അപ്പം തന്നെ നമുക്കിത് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറിയൊക്കെ പോവും. അതുപോലെ തന്നെ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മളെ കിച്ചണിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെന്ന് എനിക്കറിയാം, ഉള്ളവർ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പല പ്രാവശ്യവും ഭക്ഷണ സാധനങ്ങൾ ഇളക്കി അതിൻ്റെ സ്പൂണ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കും. ഓരോ തവണയും നമുക്കത് തുടച്ച് കളയേണ്ടി വരുമല്ലേ. അതിന് പകരമാണ് ഞാൻ ഈ സ്പൂൺ റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നല്ലൊരു ശീലമാണെന്ന് മനസ്സിലാക്കിയത്. ഞാനും മുന്നേ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റൗവിലായിരുന്നു വെക്കാറുള്ളത്. സ്പൂൺ റെസ്റ്റ് വാങ്ങാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലേറ്റ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന മൂടിയും നമുക്ക് ഇതിനകത്തോട്ടേക്ക് തന്നെ വെക്കാം. ടിപ്പ് നമ്പർ 11 എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മളെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ പൊട്ടുന്ന സാധനങ്ങൾ ഡ്രെയിനർ ബാസ്ക്കറ്റിൽ എല്ലാ പാത്രത്തിൻ്റെയും കൂടെ വെക്കുന്നതിന് പകരം ഇതുപോലൊരു അബ്സോർബിങ് ഷീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാകുമ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും പൊട്ടാണ്ടും, എക്സ്പെൻസീവ് അല്ലെങ്കിലും പൊട്ടുന്ന സാധനങ്ങൾ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. ഈ ഒരു അബ്സോർബിങ് ഷീറ്റ് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പ്രൊഡക്റ്റാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതുപോലെയുള്ള സാധനങ്ങൾ കഴുകി വെക്കാൻ വേണ്ടി അടിപൊളിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്ക്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ മിക്കവാറും ഒറ്റപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ മോശമായിട്ടുള്ള പല ചിന്തകളും വരുന്നത് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ആ സമയം കുറച്ചും കൂടെ എൻജോയബിൾ ആക്കാൻ വേണ്ടി ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു FM അല്ലെങ്കിൽ ഒരു അലക്സ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക. സോങ്സിന് നമ്മളെ മൂഡ് മറിക്കാനുള്ള കഴിവിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് കിച്ചൺ ടൈം ഫിനിഷ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 13, നമ്മളെ വേസ്റ്റ് ബിൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തലേന്ന് ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വേസ്റ്റ് ബിന്ന് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വെക്കുക. പിറ്റേന്ന് രാവിലെ എണീച്ച് ഈ വടക്ക് സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് കയറ്റേണ്ട ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുക്കളയിൽ എപ്പോഴും ലെങ്തിയർ ആയിട്ടുള്ള കാർപ്പറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തും കിച്ചൺ സിങ്കിൻ്റെ അടുത്തും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അടുക്കള പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ടിപ്പ് നമ്പർ 15 ആൻഡ് ദ ലാസ്റ്റ് വൺ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ടിപ്പാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരുന്നോ ചിലർക്കെങ്കിലും തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു ടിപ്പിന് നമ്മളെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ടൈം ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മളെ കാര്യങ്ങളെ തീർക്കാനും പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എലമെൻറ്റ്സ് വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാവാം, ചിലപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആവാം, അതല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആവാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷണൽ കോട്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അലക്സിയോ റേഡിയോ ഒക്കെ ഉണ്ടാകുമ്പം ഈ ഒരു കാര്യം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ജോലികളൊക്കെ ഈസി ആയിട്ട്, അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ബാക്കിയുള്ള ഒരു നെഗറ്റിവിറ്റിയും നമ്മളുടെ ചുറ്റും വരാതെ നമുക്ക് ഈസി ആൻഡ് ഹാപ്പി ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ടിപ്പ്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ ബാക്കിയുള്ള ടിപ്സൊക്കെ നമ്മളെ കൂടെ ഇങ്ങ് പോകുന്നുള്ളൂ.